Welcome to Safia Future Academy Board Booster Series. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിന്റെ ചാപ്റ്റർ ആണ്. ഇന്റഗ്രേഷൻ ആപ്ലിക്കേഷൻ നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എന്താണ്? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ചില സമയത്ത് നമുക്കൊരു സിമ്പിൾ കർവ് മാത്രമായിരിക്കും തരിക, അതായത് ഒരു സർക്കിളോ അല്ലെങ്കിൽ എലിപ്സോ പോലുള്ള ഏതെങ്കിലും ഒരു സിമ്പിൾ കർവ്, ഒരു ക്ലോസ്ഡ് കർവ് തന്നിട്ട് ആ കർവിന്റെ ഏരിയ നമുക്ക് ഇന്റഗ്രേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. ചിലപ്പോൾ ആ കർവിന്റെ കൂടെ ആ കർവിനെ ഏതെങ്കിലും ഒരു സ്ട്രൈറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഏരിയ എന്താണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇതിനകത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിനകത്ത് ഈ സിമ്പിൾ കർവിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ തന്നെ ഒരു സർക്കിളും ആ സർക്കിളിലെ ഏതെങ്കിലും ഒരു ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്ത് വരുവാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രോബ്ലം ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാൻ അടുത്ത എന്താണ്? ഏരിയ ഓഫ് ദ സ്മോളർ പാർട്ട് ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ cut off by the line x is equal to a by root 2. അപ്പോൾ അതുപോലെ x square plus y square equal to a square എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ സെന്റർ അറ്റ് ഒറിജിൻ ആണ്. സെന്റർ ഒറിജിനും റേഡിയസ് a ആയതുകൊണ്ട് ഈ കോർഡിനേറ്റ് a0 എന്നും കൊടുക്കാം. ഇനി ഇവിടെ x is equal to a by root 2 എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചാൽ x is equal to a by root 2, ഇതാണ് x is equal to a by root 2. അപ്പോൾ ഈ പോയിന്റ്, അതായത് ആ ലൈൻ പാസ് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസിലെ a by root 2 എന്ന് പറഞ്ഞ പോയിന്റ് കൂടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം a by root 2 0, ഇതാണ് ആ പോയിന്റ്. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു സ്മോളർ പോർഷൻ ഉണ്ടല്ലോ, ഈ ഏരിയ, ആ ഏരിയ ആണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്താല് ഈ a by root 2 തൊട്ട് a വരെ വരുന്ന ഈ ഏരിയ, അതായത് ഈ ലിമിറ്റിൽ വരുന്ന ഏരിയ അണ്ടർ ദ കർവ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമ്മള് ട്വൈസ് ആക്കി എടുത്താൽ മതി അല്ലെ? അപ്പൊ നമ്മുടെ കർവിന്റെ ഇക്വേഷൻ എന്താണ്? നമുക്ക് പറയാം, നമ്മുടെ റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ a by root 2 തൊട്ട് എവിടെ വരെ എടുക്കുക? a വരെയുള്ള ഏരിയ ഇന്റഗ്രൽ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതിന് ഒരു ട്വൈസ് കൊടുത്താൽ മതി, നമ്മുടെ ടോട്ടൽ ഏരിയ ആവും. അപ്പോൾ 2 ഇൻറ്റു ഇന്റഗ്രൽ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എക്സ് ബൈ 2 റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് a സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ a ലിമിറ്റ് a by root 2 തൊട്ട് a വരെ വരും. സോ 2 ഇൻറ്റു ആദ്യം ഏത് ലിമിറ്റാ കൊടുക്കുക? അപ്പർ ലിമിറ്റ് a കൊടുത്തു. അപ്പൊ ഇത് a സ്ക്വയർ മൈനസ് a സ്ക്വയർ, അത് 0 ആയി, പ്ലസ് a സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് a ബൈ a, അതായത് പൈ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1. ഇത് ഈ സ്റ്റെപ്പ് നമ്മളിപ്പോ പല ക്വസ്റ്റ്യനിലായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത a ബൈ റൂട്ട് 2 കൊടുക്കുക. എക്സിന് പകരം a ബൈ റൂട്ട് 2 കൊടുത്താൽ a ബൈ റൂട്ട് 2 ഇൻറ്റു 2. അപ്പൊ ഇതാ ഇങ്ങനെ എഴുതി. ഇനി ഈ റൂട്ടിനകത്ത് ഏത് വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു a സ്ക്വയർ ഉണ്ട്, a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന് പകരം എന്ത് വരും? a സ്ക്വയർ ബൈ 2. ഈ 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ എത്രയാണ്? 2a സ്ക്വയർ മൈനസ് a സ്ക്വയർ. അപ്പോൾ എത്ര വരും? അത് a സ്ക്വയർ ബൈ 2 എന്ന് വരും റൂട്ടിനകത്ത്. a സ്ക്വയർ ബൈ 2 ലോവർ ലിമിറ്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്ലസ് അടുത്ത ഏതാണ്? a സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് ഈ എക്സിന് പകരം a ബൈ റൂട്ട് കൊടുക്കുമ്പോൾ a ക്യാൻസൽ ആയി പോയിട്ട് ഒരു 1 ബൈ റൂട്ട് 2 എന്ന് വരും. ഈക്വൽ ടു 2 ഇൻറ്റു ഇത് എത്രയാണ്? പൈ a സ്ക്വയർ ബൈ 4 മൈനസ് a ബൈ 2 റൂട്ട് 2 ഇൻറ്റു ഈ റൂട്ട് ഇത് ഔട്ട്സൈഡിൽ എടുക്കുമ്പോൾ വീണ്ടും ഒരു a ബൈ റൂട്ട് 2 വരും, ഇൻറ്റു a സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1 ബൈ റൂട്ട് 2. സൈനിന് 1 ബൈ റൂട്ട് വരുന്ന ഏത് ആംഗിളിലാണ്? പൈ ബൈ 4 വരും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി 2 ഇൻറ്റു പൈ a സ്ക്വയർ ബൈ 4 മൈനസ് a റൈസ് ടു 4 പൈ ബൈ ഇത് എത്രയാ വരിക? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 4. ഇതിനെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല, ഇത്രയും എഴുതി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് അതിന്റെ ഏരിയയോ. അപ്പൊ ഒരു കർവ് തന്നിട്ട് ഒരു ക്ലോസ്ഡ് കർവിനകത്ത് ഒരു ലൈൻ കട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മളിപ്പോ പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കി. എല്ലാത്തിനും ഏകദേശം ഈ സെയിം ഇക്വേഷൻ ആണ്, ലിമിറ്റ് മാത്രം നമ്മളൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഏരിയ ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 4 ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ പാർട്സ് ബൈ ദ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു a. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a. y സ്ക്വയർ ഈക്വൽ ടു എക്സ്
വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഒരു പരാബോളയാണല്ലോ. വൈ സ്ക്വയർ ഈക്വൽ ടു ആണ്. അപ്പൊ ദാ ഇങ്ങനെ ഒരു പരാബോള, ഇതാണ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്. ഈ പരാബോളയില് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഒരു ലൈനും പിന്നെ എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു മറ്റൊരു ലൈനും ദാ ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ ആ രണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഏരിയയും ഈക്വൽ ആണ്. അതായത് ഇതിപ്പോ 0 0 ആണല്ലോ. ഈ 0 തൊട്ട് എ വരെ വരുന്ന ഏരിയയും എ തൊട്ട് 4 വരെ വരുന്ന ഏരിയയും ഈക്വൽ ആണെങ്കിൽ, ആ പരാബോളയുടെ ഏരിയ ഈക്വൽ ആണെങ്കിൽ എയുടെ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരൊക്കെ ഈക്വൽ ആയത്? 0 തൊട്ട് എ വരെ. പരാബോള എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് വരും അല്ലെ. അപ്പോൾ ആ ലിമിറ്റ് അത് ഈക്വൽ ടു 0 ടു എ വരെ എടുക്കുന്നതും എ തൊട്ട് 4 വരെ എടുക്കുന്നതും ഈ രണ്ട് വാല്യൂ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ആണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പറയാം റൂട്ട് എക്സ് എന്ന് വെച്ചാൽ എക്സ് റൈസ് ടു 1/2 ആണ്. അതിന്റെ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 3/2 ബൈ 3/2 ലിമിറ്റ് 0 ടു എ. ഇവിടെയും എക്സ് റൈസ് ടു 3/2 ബൈ 3/2 ലിമിറ്റ് എ ടു 4. ഈ രണ്ട് പേര് ഇപ്പൊ നമുക്ക് ഈ 3/2 വേണമെങ്കിൽ രണ്ട് സ്ഥലം കോമൺ ആയിട്ട് കളയാം. ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എ റൈസ് ടു 3/2 ഈക്വൽ ടു ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4 റൈസ് ടു 3/2 മൈനസ് എ റൈസ് ടു 3/2 എന്ന് വരും. ഈ എ റൈസ് ടു 3/2 ഇവിടെ എടുത്താൽ 2 ടൈംസ് എ റൈസ് ടു 3/2 ഈക്വൽ ടു 4 റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 വന്നു അല്ലെ. അപ്പോ എത്രയാണ് ആൻസർ? ഈ 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എ റൈസ് ടു 3/2 ഈക്വൽ ടു 4 എന്ന് കിട്ടും. നമുക്ക് എയുടെ വാല്യൂ ആണല്ലോ വേണ്ടത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 4 റൈസ് ടു 2/3 എന്ന ആൻസർ കിട്ടും. അതായത് 0 തൊട്ട് എ വരെ ഡിവൈഡ് ചെയ്തെടുക്കുന്നതും എ തൊട്ട് 4 വരെ ഡിവൈഡ് ചെയ്തെടുക്കുന്നതും എന്ത് തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? രണ്ട് റീജിയന്റെയും ഏരിയ സെയിം ആണെങ്കിൽ എയുടെ വാല്യൂ എത്രയെന്നായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കൂ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ പരാബോള y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയാൽ നമുക്കറിയാം ഒന്നുകിൽ സർക്കിള് അല്ലെങ്കിൽ എലിപ്സ് അല്ലെങ്കിൽ പരാബോള. ഈ മൂന്ന് ഫിഗർ ഇവിടെ വളരെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, തിരിച്ചു വായിക്കാം എക്സ് സ്ക്വയർ ഈക്വൽ ടു y. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ ആ പരാബോള എങ്ങനെ വരും? നമുക്ക് ദാ ഇങ്ങനെ വരും അല്ലെ. ഇതാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു y. എന്നാൽ ഈ y ഈസ് ഈക്വൽ ടു മോഡുലസ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഏതാണ്? ദാ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ വന്നിട്ട് ഇങ്ങനെ പോകും. ഇതാണ് y ഈസ് ഈക്വൽ ടു മോഡുലസ് എക്സ്. അപ്പൊ ഇങ്ങോട്ട് പോകുന്നത് y ഈക്വൽ ടു എക്സും ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് y ഈസ് ഈക്വൽ ടു മൈനസ് എക്സും ആണ്. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ട്വൈസ് എടുത്താൽ മതി. കാരണം ഇവിടെയും വരുന്നുണ്ട് ഏരിയ. അപ്പൊ നമ്മൾ ഏത് ഏരിയ എടുത്താൽ മതി? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഇത് 0 0 അല്ലേ. ഈ 0 0 തൊട്ട് ഇവിടെ വരെ വരുന്ന ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഏരിയയുടെ ട്വൈസ് എടുത്താൽ നമ്മുടെ ടോട്ടൽ ഏരിയ ആവും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കൂ. ആദ്യം ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ആരുടെയൊക്കെയാ? എക്സ് സ്ക്വയർ ഈക്വൽ ടു y എന്ന് പറയുന്ന പരാബോളയുടെയും y ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനിന്റെയും കൂടെ ഏരിയ, അതിന്റെ കോമൺ പോർഷൻ ആദ്യം എടുക്കുക. ഈ വാല്യൂ ഇങ്ങോട്ട് കൊടുത്താൽ നമുക്ക് പറയാം എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് or x square minus x is equal to 0 or x outside എടുത്താൽ x minus 1 equal to 0. So we get x is equal to 0 and x is equal to 1. x is equal to 0 ആകുമ്പോൾ y ഉം 0 വരും. x is equal to 1 ആകുമ്പോൾ y എത്ര തന്നെ വരും? 1 വരും. കാരണം x is equal to y ആണ്. അപ്പൊ ഈ പോയിന്റ് 0 0 ആണെങ്കിൽ ഈ കോർഡിനേറ്റിന് എങ്ങനെ കൊടുക്കാം? നമുക്ക് 1 1 എന്ന് കൊടുക്കാം. ഇനി എങ്ങനെയാ അതിന്റെ ഏരിയ വരുന്നതെന്ന് പറഞ്ഞേ. ആ ഫിഗർ ഒന്ന് നോക്കിയേ നിങ്ങള്. ഏരിയ എടുക്കുന്ന എങ്ങനെയാ? ട്വൈസ് ഉണ്ട്, അതവിടെ കിടക്കട്ടെ. എങ്ങനെ കൊടുക്കാം നമുക്ക്? ഇവിടെ നോക്കൂ. ഏരിയ അണ്ടർ ദ ലൈൻ, ഫിഗർ ഒന്നുകൂടെ നോക്കണേ. ഏരിയ അണ്ടർ ദ ലൈൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയ വരും കണ്ടോ. ഈ ലൈനിന്റെ അണ്ടറിൽ വരുന്ന ഏരിയ. ആ ഏരിയ അണ്ടർ ദ ലൈനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഏരിയ അണ്ടർ ദ കർവ് ഉണ്ടല്ലോ, ഈ പോർഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് വേണ്ട ദാണ്ട് ഈ പോർഷൻ കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഏരിയ അണ്ടർ ദ ലൈൻ എവിടെ തൊട്ട് എവിടെ വരിക? 0 തൊട്ട് 1 വരെ എക്സ് ഡി എക്സ്. അതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? അതേ ഇന്റർവെൽ തന്നെ വരുന്ന 0 to 1 ഏരിയ അണ്ടർ ദ കർവ് എക്സ് സ്ക്വയർ ഡി എക്സ്. മനസ്സിലായോ? ഏരിയ അണ്ടർ ദ ലൈൻ എടുക്കുമ്പോൾ
ഇത്രയും ഏരിയ വരുന്നുണ്ട്. അതിൽ നിന്ന് ഏരിയ അണ്ടർ ദ കർവ് എന്ത് ചെയ്താൽ മതി, നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോ ഈ കർവിനും ഈ ലൈനിനും ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ ഏരിയ കിട്ടും. ആ ഏരിയ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ ട്വൈസ് എടുത്താൽ കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ 2 എടുത്തു. എക്സിന്റെ ഇന്റഗ്രല് x²/2 ലിമിറ്റ് 0 to 1. ഇതിന്റെ ഇന്റഗ്രൽ x³/3 ലിമിറ്റ് 0 to 1. ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ ഒരു ട്വൈസും കൂടി എടുത്താൽ ആ ഫിഗറിന്റെ ഏരിയ കിട്ടും. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് x² = 4y. ഏതാ x² = 4y എന്ന് പറയുന്നത്? x² അല്ലേ? അപ്പൊ ഇതാ ഇങ്ങനെ ഒരു ലൈൻ അല്ല, പരാബോള. ഇതാണ് x² = 4y. ഇനി ഈ ലൈൻ ഏതാ തന്നിരിക്കുന്നത്? x = 4y - 2 അല്ലെ? ഇവിടെ x = 4y - 2. നേരത്തെ നമ്മള് x = y or y = x അല്ലെങ്കിൽ x = √3y ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന വെറുതെ ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, കാരണം ഈ ലൈൻ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതല്ല, കാരണം അവിടെ ഒരു y ഇന്റർസെപ്റ്റ് കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ x-ന് 0 കൊടുത്താൽ y എത്ര കിട്ടും നോക്കിയേ. x-ന് 0 കൊടുത്താൽ എത്രയാണ്? 4y = 2 or y = 1/2. ഇനി y-ക്ക് 0 കൊടുത്താലോ? x = എത്ര കിട്ടി നമുക്ക്? -2. അപ്പൊ x-ന് 0 കൊടുത്താൽ 1/2ഉം y-ക്ക് 0 കൊടുത്താൽ -2. ഈ രണ്ട് പോയിന്റ് കണ്ടുപിടിച്ചങ്ങ് വരച്ചു കൊടുത്താൽ മതി. അപ്പൊ 0 1/2 എന്ന് പറഞ്ഞ ഏകദേശം ഇവിടെ വരും. അടുത്ത -2 0 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും അല്ലെ? അത് ഇങ്ങനെ ഒരു ലൈൻ വരിക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ലൈൻ. മനസ്സിലായോ? അപ്പോൾ ഇതിന്റെ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ഈ രണ്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനും നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എന്നിട്ട് നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ ഇതാണ് നമുക്ക് വേണ്ട റിക്വയർഡ് ഏരിയ. അപ്പൊ നമ്മൾ ഏരിയ അണ്ടർ ദിസ് ലൈൻ എടുത്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഏരിയ അണ്ടർ ദ കർവ് മൈനസ് ചെയ്താൽ നമ്മുടെ ആൻസർ ആവും. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു ചെയ്തത്? ഈ ഏരിയ നമുക്ക് ആദ്യം ഇക്വേഷൻ കണ്ടുപിടിക്കാം. x² = 4y. ഇവിടെ x = 4y - 2. ഈ 4yക്ക് പകരം ഈ x² എടുത്തു കൊടുത്താൽ ഇവിടെ x = x² - 2 എന്നാവും. ഈ x കൂടെ അങ്ങോട്ട് മാറിയാൽ x² - x -2 = 0. x² - x -2. ഇതിലൊന്ന് സ്പ്ലിറ്റ് ചെയ്തേ. സം എടുക്കുമ്പോൾ -2ഉം കിട്ടണം, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എത്ര? സമ്മ് -1ഉം കിട്ടണം, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എത്ര കിട്ടണം? -2 വരും. അപ്പൊ ഏതൊക്കെ വാല്യൂ എടുക്കാം? x - 2 × x + 1. So we get x = 2 and x = -1. x-ന് 2 കൊടുത്താൽ what's the value of y? x-ന് 2 കൊടുത്താൽ ഇവിടെ നമുക്ക് x = 2 കൊടുത്താൽ 2 = 4y - 2 വരും അല്ലെ? അപ്പൊ ഈ 2 വരുമ്പോൾ 4 = 4y or y = 1. അപ്പോൾ ഒരു പോയിന്റ് 2 1 എന്ന് കൊടുക്കാം. മറ്റൊരു പോയിന്റ് x-ന് -1 കൊടുക്കൂ. അപ്പോൾ y = എത്ര വരും? -1 = 4y - 2. ഈ -2 ഇവിടെ വരുമ്പോൾ -1 + 2. 1 = 4y or y = 1/4. അപ്പോൾ ഈ കോർഡിനേറ്റ് ആണല്ലോ നമുക്ക് നെഗറ്റീവ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പോൾ ആ വാല്യൂ എത്രയായിട്ട് കൊടുക്കണം നമുക്ക്? ഇതാണ് -1ഉം 1/4ഉം. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്നത് ഏതൊക്കെ പോയിന്റ്? 2ഉം 1ഉം. നമുക്ക് x കോർഡിനേറ്റ് മാത്രം മതി. നമ്മൾ x വെച്ചിട്ടാണല്ലോ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? x കോർഡിനേറ്റ് മാത്രം മതി. അപ്പൊ ഏരിയ അണ്ടർ ദിസ് ലൈൻ എവിടെ തൊട്ട് എവിടെ വരെ വേണം? -1 തൊട്ട് 2 വരെ ഏത് ചെയ്യുക? ഈ ലൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിൽ നിന്ന് ആരുടെ പോർഷൻ എടുക്കാം? ഞാൻ നേരത്തെ ഫിഗർ വരച്ച് കാണിച്ചതുപോലെ തന്നെ ഈ ഏരിയ അണ്ടർ ദ ലൈൻ എന്ന് പറയുമ്പോൾ ഇത്രയും വരും. അതിൽ നിന്ന് ഈ കർവിന്റെ അണ്ടറിൽ വരുന്ന ഏരിയ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ അണ്ടർ ദ ലൈൻ എവിടെ തൊട്ട് എവിടെ വരെ പോകണം? -1 തൊട്ട് 2 വരെ. ലൈനിന്റെ ഇക്വേഷൻ y എത്ര വരും എന്ന് പറഞ്ഞു? ഇവിടെ 4y = x + 2. അപ്പോ y = എത്രയാ? x + 2/4 മൈനസ് അതേ ഇന്റഗ്രൽ ലിമിറ്റിൽ തന്നെ -1 2 കർവിനെ ചെയ്യുക. x² = 4y or y = x²/4 dx. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പൊ ഏരിയ അണ്ടർ ദ ലൈൻ എടുത്തു, അതിൽ നിന്ന് നമ്മൾ ഏത് മൈനസ് ചെയ്താൽ മതി? ഏരിയ അണ്ടർ ദ കർവ് മൈനസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേഷന്റെ കാൽക്കുലേഷൻ ചെയ്യാം.
Find the area of the region bounded by two parabolas y is equal to x square and y square equal to x. Y is equal to x square. ഏതൊക്കെ രണ്ട് പരാബോള? y square equal to x ഇങ്ങനെ വരും, y is equal to x square ഇങ്ങനെയും വരും. ദാ ഇത് വരും. ഈ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചോ. അതായത് ഏരിയ അണ്ടർ ദിസ് പരാബോള എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അതിൽ നിന്ന് ഏരിയ അണ്ടർ ഈ രണ്ടാമത്തെ പരാബോള ഉണ്ടല്ലോ, ഈ ഏരിയ, അതിന്റെ അണ്ടറിൽ വരുന്ന ഈ ഏരിയ നമ്മൾ അങ്ങ് മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലിമിറ്റ് വാല്യൂ വേണം അതുപോലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അവരെ രണ്ടുപേരെയും കൂടെ സോൾവ് ചെയ്ത് അതിന്റെ ലിമിറ്റ് വാല്യൂ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഏതൊക്കെയാണ്? y is equal to x സ്ക്വയറും y സ്ക്വയർ ഈക്വൽ ടു എക്സും കൂടിയാണ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോ ഈ വൈക്ക് പകരം ഈ എക്സ് സ്ക്വയർ കൊടുത്താൽ ഇത് എക്സ് റൈസ് ടു 4 ഈക്വൽ ടു എക്സ്. അതായത് എക്സ് റൈസ് ടു 4 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടി? 0. ഒരു എക്സ് ഔട്ട്സൈഡിൽ എടുത്തേ. അപ്പൊ എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു 0. സോൾവ് ചെയ്താൽ വി ഗെറ്റ് either x is equal to 0 and x is equal to 1. എക്സിന് 0 കൊടുത്താൽ y is also 0 and x is equal to 1 കൊടുത്താൽ y എത്ര തന്നെ വരും? 1. അപ്പൊ ഏതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരുന്നത്? 0 0യും വരും, പിന്നെ ഏതാണ് 1 1ഉം വരും. അപ്പൊ ഈ രണ്ട് കർവിന്റെയും ഏരിയ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? 0 to 1 ചെയ്താൽ മതി. സോ ദ റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1. ആദ്യം ഏരിയ അണ്ടർ ദിസ് കർവ് എടുക്കണം അല്ലെ. ഈ കർവ് എന്ന് പറയുന്നത് ഏതാ? y സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ്, ഓർ y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് 0 to 1 ഏരിയ അണ്ടർ ഈ എബവ് കർവ് അല്ലെ. അതേതാ? എക്സ് സ്ക്വയർ ഈക്വൽ ടു y, അല്ലെങ്കിൽ y is equal to x square ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, നമുക്ക് ബാക്കിയുള്ളത് വരുന്നത്. അപ്പൊ ഏരിയയുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഫിഗർ റഫായിട്ട് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് സാധാരണ കാൽക്കുലേഷനിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4ax ബൗണ്ടഡ് ബൈ ഇറ്റ്സ് ലാറ്റസ്റ്റ് റെക്റ്റം. y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് പരാബോളയാണ്. ഏതാണ്? y സ്ക്വയർ ഈക്വൽ ടു 4ax. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് പരാബോള. എന്താണ് ഒരു പരാബോളയുടെ ലാറ്റസ്റ്റ് റെക്റ്റം എന്ന് പറയുന്നത്? എന്താണ്? അതിന്റെ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുക. അപ്പൊ y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന ഒരു പരാബോളയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ പോയിന്റ് വരുള്ള A0 ആണ്. അപ്പൊ ഇതാണ് A0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ആ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ലാറ്റസ്റ്റ് റെക്റ്റം. y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന പരാബോളയുടെ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുകയും പിന്നെന്താണ്, ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനിനെയാണ് നമ്മൾ എന്തുപേര് വിളിക്കുന്നത്? അതിന്റെ ലാറ്റസ്റ്റ് റെക്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു ചോദിച്ചിരിക്കുന്നത്? ഏരിയ ഓഫ് ദ പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4ax ബൗണ്ടഡ് ബൈ ഇറ്റ്സ് ലാറ്റസ്റ്റ് റെക്റ്റം. അപ്പൊ ഇവിടെ 0 0, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഏരിയ, എന്നിട്ട് അതിനെ ട്വൈസ് എടുത്താൽ മതി. So the required area equal to integral 0 to a y square equal to 4x. അപ്പൊ y is equal to root 4ax. അതിന്റെ ട്വൈസ് വരും അല്ലെ. അപ്പോൾ ഇത് ഔട്ട്സൈഡിൽ എടുത്താൽ റൂട്ട് 4. അപ്പൊ ഒരു 2, ഒരു റൂട്ട് എ, എക്സ് റൈസ് ടു 1/2 ഇന്റഗ്രൽ എക്സ് റൈസ് ടു 3/2 ബൈ 3/2 ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ വരും? 0 to a വന്നു. ഇനി ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ 3/2 2 ഇവിടെ വരും. 2 into 2 4 into 2 8 root a by 3 into a raised to 3/2. ഈ a-നെ നമുക്ക് വേണമെങ്കിൽ a raised to 1/2 എന്നാക്കിയിട്ട് അത് കോമൺ ആക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, find the area bounded by the curve y is equal to cos x between x is equal to 0 and x is equal to 2π. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം ഈ ഏരിയയുടെ ഏത് ക്വസ്റ്റ്യൻ വരുമ്പോഴും നമ്മൾ അതിനകത്ത് ഒന്നുകിൽ ഒരു പരാബോള, അല്ലെങ്കിൽ ഒരു എലിപ്സ്, അല്ലെങ്കിൽ ഒരു സർക്കിൾ. ചിലപ്പോൾ നമുക്ക് സർക്കിൾ അല്ലെങ്കിൽ എലിപ്സ് ആണ് ചോദിക്കുന്നത്, ഒരു ക്ലോസ്ഡ് കർവാണ്, അതിന്റെ മാത്രം ഏരിയ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഏരിയയുടെ ചാപ്റ്ററിൽ നിന്ന് മിനിമം ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. അതിന്റെ തന്നെ ആ ഒരു കർവും ഒരു ലൈനും കൂടെ വന്നിരിക്കുന്ന ഏരിയ ചോദിക്കാം. അതുപോലെ തന്നെ
ആ കർവിനകത്ത് ഏതെങ്കിലും ഒരു ലൈൻ ആ കർവിന്റെ ഏരിയ ടോട്ടൽ ഏരിയനെ നമുക്ക് 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ആ എക്സസൈസിനകത്ത് നമുക്ക് പുതിയ ടെക്സ്റ്റിനകത്ത് നമുക്ക് രണ്ടാമതൊരു എക്സസൈസ് ഇല്ല. അതിൽ നമ്മുടെ ഫസ്റ്റ് എക്സസൈസിൽ കിടക്കുന്ന നമ്മുടെ 8th ചാപ്റ്റർ ആണ് 8.1 എന്ന് പറഞ്ഞ എക്സസൈസിൽ കിടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും ചെയ്തു നോക്കണം. ആ പോർഷനിൽ കിടക്കുന്ന അതിന്റെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ചെയ്തു നോക്കണം. ആ ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമുക്ക് എവിടെ ചോദിക്കാറുള്ളൂ, നമ്മുടെ ഏരിയയുടെ ചാപ്റ്ററിനകത്ത് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പൊ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് അവിടെ തീർന്നു. ഡിഫറൻസിയേഷൻ ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ പഠിച്ചതാണ്. അപ്പൊ ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ഒരു ഒറ്റ ടോപ്പിക് യൂസ് ചെയ്തിട്ടാണ് ഈ ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഇന്റഗ്രേഷൻ ആപ്ലിക്കേഷനിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ ടോപ്പിക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ ഫസ്റ്റ് എക്സസൈസ് 8.1 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.